നമസ്കാരം, എല്ലാവർക്കും UK's കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ഫുഡാണ്, കീൻവ ഉപ്മ. ഇതൊരു മില്ലറ്റ് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ധാന്യമാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ കപ്പാണ്. ഈ 1/4 കപ്പിൽ 1 കപ്പും കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ് കേട്ടോ. ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ആദ്യം കുക്കറിലിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് 2-3 വെള്ളം കഴുകുക. അപ്പം അത് വെള്ളം തെളിഞ്ഞു വരും. അധികമൊന്നും അഴുക്കൊന്നും ഇല്ല ഇത്, കാരണം ഇതൊക്കെ വൃത്തിയാക്കി ഇട്ട് പാക്ക് ചെയ്ത ഒരു സംഭവമായതുകൊണ്ട് അധികമൊന്നും കഴുകാനില്ല. പക്ഷെ എന്നാലും 2-3 വെള്ളം ഞാൻ കഴുകിയിട്ടുണ്ട്. കണ്ട, ഇതുപോലെ തെളിഞ്ഞു വരും. എന്നിട്ടത് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വേണം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പച്ചക്കറി അരിയാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പൊടിയല്ലാതെ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക. ഇനി അതിലോട്ട് ഞാൻ ഒരു 5-6 അമരയും കൂടി എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞെടുത്തു. പിന്നെ അതിലോട്ടൊരു ക്യാരറ്റ് എടുത്തു. ആ ക്യാരറ്റും ഇതേ ലെവലിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറിയ ഉള്ളി, അതൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഉള്ളിയായിരുന്നു. അതിനെ ഞാൻ എന്തൊക്കെയോ കൊത്തി നുറുക്കിയെടുത്തു. ചെറുതായിട്ട് അരിയാം. ഒരു വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 1/2 ഉള്ളി മതി. 1/2 ഓണിയൻ ഇനഫ്. ഞാനിതങ്ങനെ കൊത്തി നുറുക്കി ചെറുതായിട്ട് അരിയേണ്ടത്. ഇതെനിക്ക് ഷേപ്പ്ലെസ് ആയതുകൊണ്ട് അരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ കൊത്തി നുറുക്കിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ പുതിയത് മയക്കിയെടുത്ത ചട്ടിയാണ്. അത് അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ മതിയായിരിക്കും. ഇവിടെ എനിക്ക് ടീസ്പൂൺ കണക്ക് പറയാൻ പറ്റില്ല, കാരണം തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കടുകിടുക. കടുക് പൊട്ടുന്ന സമയത്ത്, പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. ഉള്ളി മൂക്കേണ്ട ആവശ്യമില്ല. ഒരു പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം ഇതിലോട്ട് ഇച്ചിരി വാടുമ്പോൾ അപ്പോൾ തന്നെ കുറച്ചും കൂടി ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും അമരയും അതിലോട്ട് ഇതിന് രണ്ടിനും അത്യാവശ്യം വേഗമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ക്യാരറ്റും കൂടി അതിലോട്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഒന്നും
കൂടി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി മുറിയാണ് തേങ്ങയാണ് എടുക്കുന്നത്. അത് ചുരണ്ടി വെക്കണം. കൂടാതെ ഇതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ആബൂൾ ചനയുണ്ടല്ലോ, വെളുത്ത കടല, അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് ഉണ്ടായിരിക്കില്ല. അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വേവിക്കാം. ഞാൻ നേരത്തെ ആബൂൾ ചന വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഇതിലോട്ട് ഇത് ഏകദേശം 1/4 കപ്പിനടുത്താണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അത് വെന്ത് വന്നപ്പോൾ കുറച്ച് കൂടി പോയതാണ്. ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. തേങ്ങ ചുരണ്ടി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ കുക്കറിൽ മില്ലറ്റ് വെന്തിട്ടുണ്ട്, അതായത് കീൻവ വെന്തിട്ടുണ്ട്. ആ കീൻവ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ വെജിറ്റബിൾസിലോട്ട് ചേർക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അത് വേവിക്കുന്ന സമയത്ത്, അതായത് മില്ലറ്റിൽ ഞാൻ ഉപ്പിട്ടല്ല വേവിച്ചിട്ടുണ്ടായിരുന്നത്, ഉപ്പിടാതെയാണ് വേവിച്ചത്. കാരണം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മുടെ കടലയിലും ഞാൻ ഉപ്പിട്ടില്ല. ഇതിൽ തന്നെയുള്ള ഉപ്പുണ്ട്. അപ്പം അത് തന്നെ ഇതിൽ മിക്സായിട്ട് നല്ല സ്വാദായി വരും. മറ്റത് നമ്മൾ എല്ലാത്തിനും കൂടി ഉപ്പിടുമ്പോൾ ഉപ്പ് കൂടാനായിരിക്കും അതിൻ്റെ ഇതുണ്ടാവും. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. അതൊന്നും ആവശ്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തേങ്ങയും കൂടി മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ഉപ്പുമാവിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറ്റി എടുക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഷുഗർ പേഷ്യൻറ്റിന്, അതുപോലെ തന്നെ കൊളസ്ട്രോള്, വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒരു ഫുഡാണ്, ഒരു ഡയറ്റ് ഫുഡാണിത്. എൻ്റെ ഫുഡുകൾ ഏകദേശം ഇത്തരം രീതിയിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.